ഫിറ്റ് ചെക്ക്. ഡ്രസ്സ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് മൈ ഇയറിംഗ് ഫ്രം ദാറ്റ് സൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. സ്വന്തമായിട്ട് ഞാൻ തന്നെ പുകഴ്ത്തി പറയാം. എനിവേസ് നമ്മളിന്ന് പോകുന്നത് അറ്റുവല അമ്പലത്തിലാണ്. ഇന്ന് അവിടെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ പോയി തൊഴുതിട്ട് വരാം. ബെഡ് ഫുള്ള് മെസ്സിയാണ്. അത് നോക്കണ്ട കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് നോക്കാനേ പാടില്ല. പിന്നെ നമുക്ക് പോവാം. വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഇപ്പോൾ കുറെ തുടങ്ങും. എൻ്റെ കയ്യിൽ നമ്മൾ ആറ്റുവല അമ്പലം എത്താറായി. അമ്പലത്തിലെ തിരക്ക് നോക്കൂ. ഇതൊന്നല്ല, അകത്ത് ചെല്ലുമ്പോഴാണ് ഇതിനേക്കാളും തിരക്ക്. അപ്പൊ നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി കാര്യം. ഇനി ഇതിന്റെ തീറ്റ മത്സരം നടക്കാൻ പോവാണ്. ഒരു പ്ലേറ്റ് മതിയല്ലോ. മതി മതി. ഇപ്പം ഞാൻ പോകുന്നത് ടെക്നോ പാർക്കിൽ ഒരു ഫ്ലീ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് അപർണ അവിടെ ഒരു സ്റ്റോൾ വയ്ക്കുന്നുണ്ട്. ബെമോറ ഗ്രേ എന്ന് പറഞ്ഞാൽ അവളുടെ കുക്കിംഗ് ബ്രാൻഡിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോവുകയാണ് ക്രിസ്റ്റളുടെ കൂടെ നിൽക്കാനായിട്ട്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സെയിൽ. താങ്ക് യു. Just number 21.
മിന്നു അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ മിന്നു? അപ്പോൾ കുളിക്കാൻ പോവാണ്. ഫോണിൽ ചാർജ് ഇല്ല, ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാണ്. എനിവേസ് ഞാൻ കുളിച്ചിറങ്ങി. ഇതിനപ്പോൾ ഞാൻ ഐപാഡ് വയ്ക്കും. ഇന്ന് ഞാനൊരു വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു പാട്ടിനെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഇന്ന പെർട്ടിക്കുലർ ലാംഗ്വേജ് അങ്ങനെയൊന്നുമില്ല എനിക്ക്. എൻ്റെ പ്ലേലിസ്റ്റ് ഫുള്ള് കൊറിയൻ മ്യൂസിക്കാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. കൊറിയൻ മ്യൂസിക്കാണ്. എനിക്ക് അതിനെ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ചില സോങ്സൊക്കെ ഇങ്ങനെ ഇമോഷണലി അറ്റാച്ച് ആവാൻ പറ്റുന്നുണ്ട്. ഈവൻ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ലേ. ഇന്ന് അങ്ങനെ ഞാൻ ഒരു വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ടേൺ സ്റ്റൈൽ ആൻഡ് ബാഡ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ലൈക്ക് ഒരു മിസ്റ്ററി എന്ന് പറഞ്ഞ സോങ് എനിക്ക് കിട്ടി. ഓ മൈ ഗോഡ്, ഐ എം അഡിക്റ്റഡ്. അതിൻ്റെ പാട്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. Living for you, that's easy living. മൈ മാരേജ് ഷോപ്പിംഗ് വ്ളോഗ് വന്നിട്ട് 10K ആയി. ആൻഡ് മൈ വെഡ്ഡിംഗ് വ്ളോഗ് 2.3K ഉണ്ട്. റൂം മേക്ക് ഓവർ വീഡിയോ ഉണ്ടോ 5019 വ്യൂസ് ആയി. So I'm so happy. ഇതിനൊക്കെയാണ് കുട്ടി കുട്ടി ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ നമ്മൾ വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ ഒരു റെസിപ്പി കിട്ടി. അപ്പോൾ അവരുണ്ടാക്കി കാണിച്ചേക്കുന്ന പോലെയൊക്കെ വന്നാൽ കൊള്ളാം. സോ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ആദ്യം നമുക്ക് പഞ്ചസാര പൊടിക്കാം. അവരൊക്കെ പഞ്ചസാര പൊടിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കാം. നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ 3 മുട്ട വേണം. സോ ഈ 3 മുട്ടയിൽ നമുക്ക് മഞ്ഞക്കൊരു വെള്ളയും രണ്ടും സെപ്പറേറ്റ് ആക്കണം. അയ്യേ, മഞ്ഞക്കൊരു പൊട്ടി. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിടും. നീ കണ്ണും പട്ടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വാനില എസൻസ് തരാം. നമുക്കിത് മിക്സ് ചെയ്യാം. 3 മുട്ടയുടെ വെള്ള നമുക്കിനി ഇതിനെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് അതുമാതിരി പത പോലെ ആക്കണം. നമുക്ക് 90 ഗ്രാം ഷുഗറാണ് വേണ്ടത്. അത് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണം ഇടാൻ. അപ്പോൾ 30 വെച്ചാണ് ഇടാൻ. നമുക്ക് ആദ്യത്തെ 30 ഇടാം. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ എഗ് യോൾക്കിൻ്റെ കൂടെ വാനില എസൻസ് ഉപ്പ് ഇട്ട് വെച്ചില്ലേ, അത് നമുക്കിനകത്തോട്ട് ഒഴിക്കാം. ഏതോ ഒരു കൊറിയക്കാരൻ്റെ
റെസിപ്പി നോക്കിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൈദമാവ് സെറ്റ് ചെയ്യാം. 90 ഗ്രാം മൈദമാവ്. പഞ്ചസാരയും ഇതും ഒരേ അളവാണ്. മിക്സ് ചെയ്യാം. ഗ്രാം പാൽ, പിന്നെ 30 ഗ്രാം ബട്ടർ. അൺസോൾട്ടഡ്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററിയിൽ നിന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഇടണം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം ഗൈസ്. നമുക്കത് ചെയ്യാം. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അപ്പോൾ കേക്ക് അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കേക്കിൽ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടില്ല, സോ അതുകൊണ്ട് അത് ഒരുപാട് പൊങ്ങത്തില്ല. ഓക്കെ, എനിവേസ് അപ്പം ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് നേരം ടി വി കാണാൻ വിചാരിച്ചു. സോ ഇനി 8 മിനിറ്റ്സും കൂടെ. മേഡം ചൂട്. ഏറ്റവും കനം കുറഞ്ഞ കേക്ക്. അല്ല കൊള്ളാം, പക്ഷെ സോഫ്റ്റ്നെസ് ഇല്ല. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കിയത്. ചൂട് ചൂട് തരാൻ പറ്റില്ല. ചൂട് ചൂട് അയ്യോ ചൂട് 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 ചൂട്. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would, when nothing really matters. That's all I wanna do. I hope that you are safe and that I will see you soon. If I could lay down beside you, I would, I would, I would, I would. We talk on the phone every night. Love to hear your voice. Not sleeping well, and I know that you're right, but you should know it. You've been gone for way too long now. If I can lay down beside you, I would. ലിപ്സ്റ്റിക് ഇടലല്ലോ Matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I can lay down beside you, Let's go. I would. Even if you're gone, I won't forget you. All I know, what I need, and that ain't changing. Even if you're gone, I will remember you. All I know, what I need, and that ain't changing. നമ്മള് മൊത്തം ചെടികൾ കൊണ്ട് അഭിഷേകം. ₹990.
നമ്മൾ ഈ കുറേ കൊറിയൻ ഡ്രാമയിൽ കണ്ടിട്ടുള്ളത് പോലത്തെ. വാവ്. പൂന്തിനെ കാണിക്കാം, തത്തയെ കാണിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അമ്മയുടെ കയ്യിൽ വെച്ച് തരും, അമ്മയുടെ കയ്യിൽ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അടുത്ത് കൈ വെക്കേണ്ട ഗതിയിലാണ്. നമ്മൾ ലുല്ലുമോളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പൊ ഫ്ലവർ ഫെസ്റ്റിവൽ ആണോണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? എന്താ ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചെന്നാ മനസ്സിലായില്ലേ? അവിടെ ഉണ്ട് കേട്ടാ. Entering Versailles. പക്ഷെ ഒരുപാട് വെള്ളമായി, അമ്മ എന്നെ തല്ലിക്കൊല്ലും. കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നോക്കട്ടെ കേട്ടോ. Just looking like a wow. എസ്കലേറ്റർ entering Lulu fashion store. Mind if I talk to you for a few minutes? Oh, that's all right.